السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബൂ ദർ അൽ-ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത് وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്. നീ എവിടെയായിരുന്നാലും, നീ ഏത് സന്ദർഭത്തിലായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ കൽപ്പിച്ചതായ വാജിബാത്തുകൾ നമ്മുടെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരികയും അതോടൊപ്പം അവൻ നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും പാടെ ഒഴിവാക്കുകയും ചെയ്യുക എന്ന പ്രവർത്തനത്തിനാണ് തഖ്വ ചെയ്യുക എന്ന് പറയുക. ഇതെല്ലാം വാജിബാത്തുകൾ നമ്മൾ ചെയ്യുകയാണ് എങ്കിലും, തിന്മകളിൽ നമ്മൾ പരിപൂർണമായി വിട്ടുനിൽക്കുകയാണ് എങ്കിലും, ഇത് രണ്ടാണ് എങ്കിലും അള്ളാഹുവിനോടുള്ള ഭയത്തോടും അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയോടും കൂടി മാത്രമാണ് നമ്മളതൊക്കെ ചെയ്യേണ്ടുന്നത്. കാരണം അഹ്ലുസുന്നയുടെ അടുക്കൽ അള്ളാഹുവിനോടുള്ള ഭയവും അവനുണ്ടാകണം, അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയും അവനുണ്ടാകണം. ഒരിക്കലും അള്ളാഹുവിനോടുള്ള ഭയം മാത്രമായിട്ട് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വഴിപിഴച്ചു പോയ ഇസ്ലാമിലെ കക്ഷികളാണ് ഖവാരിജികൾ. അവർ അള്ളാഹുവിനോടുള്ള ഭയം മാത്രമാണ്, ചെറിയ ഹറാമുകൾ ചെയ്താൽ പോലും അവർ മില്ലത്തിൽ നിന്ന് ആളുകളെ പുറത്താക്കുന്ന രൂപത്തിലായി, ഇസ്ലാമിൽ നിന്ന് ആളുകളെ പുറത്താക്കുന്ന രൂപത്തിലായി. അതുപോലെ തന്നെ മുർജിയാക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അങ്ങേയറ്റ ഇഷ്ടം, അവർക്ക് എന്തില്ല, അള്ളാഹിനെ ഭയല്ല. അള്ളാഹ് ഗഫൂറാണ്, അള്ളാഹ് ഗഫാറാണ്, അള്ളാഹ് എല്ലാം പുറത്തു തരും എന്നുള്ള നിലക്കായിരുന്നു അവരുടെ ജീവിതം. എന്ത് തോന്നിവാസങ്ങളിൽ പോയി വീണാലും പ്രശ്നമില്ല എന്നുള്ള നിലക്കായിരുന്നു. അപ്പൊ ഇത് രണ്ടിന്റെയും ഇടയിലാണ് അഹ്ലുസുന്ന. ഒരു പക്ഷിക്ക് അത് പറക്കാൻ വേണ്ടുന്ന രണ്ട് ചിറകുകളെ പോലെ, ഏതെങ്കിലും ഒന്ന് വീണ് പോയാൽ അതിന് പറക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ ഖൗഫും അള്ളാഹിനെ സംബന്ധിച്ച് വേണം, അതുപോലെ തന്നെ റജാവും വേണം. അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഭയവും വേണം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയും ഒരു മുഅ്മിന് ഉണ്ടാകണം. ആ രൂപത്തിലായിരിക്കണം അവൻ പറഞ്ഞ വാജിബാത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരികയും അവൻ നിരോധിച്ചതായ മൻഹിയാത്തുകൾ, അവൻ നിരോധിച്ചതായ നിരോധനങ്ങളെ ജീവിതത്തിൽ നിന്ന് പാടെ വെടിയുകയും ചെയ്യേണ്ടത്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹ. എന്തെങ്കിലും ഒരു തിന്മ ജീവിതത്തിൽ വന്നു പോയി കഴിഞ്ഞാൽ നന്മ കൊണ്ട് നീ എന്ത് ചെയ്യുക, അതിനെ തുടർത്തണം. അങ്ങനെ തുടർത്തുകയാണ് എങ്കിൽ ആ തിന്മയെ, ആ നന്മ പോക്കി കളയുന്നതാണ്, അത് ഇല്ലാതാക്കി കളയുന്നതാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ വലിയ ഒരു തിന്മ സംഭവിച്ചു പോയി, ഒരാളൊരു അള്ളാഹു പഠിപ്പിച്ച, അല്ലെ അള്ളാഹു അതിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വലിയ തിന്മകളിൽ ഒരാൾ വീണുപോയി. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കർമ്മം പിന്നീട് ചെയ്തതുകൊണ്ട് അത് പരിഹരിക്കപ്പെടുകയില്ല, മറിച്ച് അതിന് കൃത്യമായി തൗബ തന്നെ നമ്മൾ ചെയ്യണം. അപ്പൊ തൗബയും എന്ത് തന്നെയാണ്, ഒരു ഹസനാത്തിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹ. ഒരു തൗബ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഹസനത്ത്. മറ്റു കർമ്മങ്ങളും ചെയ്യാം, അതോടൊപ്പം തന്നെ തൗബയും കൂടെ ചെയ്യുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും നല്ല ഹസനത്ത് എന്ന് ശാരിഹ്യങ്ങൾ പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതല്ലാതെ എന്തെങ്കിലും വലിയ തിന്മകൾ ചെയ്യുക, എന്നിട്ട് അതിനോട് തുടർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയ തിന്മ ചെയ്യുക എന്നുള്ളതല്ല അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ചെറിയ തിന്മകളൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ അതിനോട് തത്തുല്യമായി ഒരു നന്മ നമ്മൾ തുടർത്തിയാൽ അത് എന്ത് ചെയ്യുന്നതാണ്, ഇല്ലാതായി പോകുന്നതാണ് എന്നും വിശദീകരിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങളോട് നീ പെരുമാറുകയും ചെയ്യുക എന്നാണ്. അതായത് അവരോട് നല്ല റിഫ്കോടുകൂടി, നല്ല സൗമ്യതയോടുകൂടി, നല്ല സ്വഭാവത്തോടുകൂടി, തബസ്സുമോടുകൂടി, പുഞ്ചിരിയോടുകൂടി ഒക്കെ വേണം നീ പെരുമാറേണ്ടത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. 3 ഉപദേശങ്ങളാണ്. ഒന്ന്, തഖ്വ ചെയ്യുക, അതുപോലെ തന്നെ ജീവിതത്തിൽ വന്നു പോകുന്ന പാകപ്പിഴവുകളെ തിരുത്തുന്ന തരത്തിലുള്ള നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ
ജനങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ പകർത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.